ഇത്രയും കാലത്തിനിടയിൽ സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയ മേഖലയാണ് IT അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ. പുതിയ കാലത്തും അവർ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന മേഖലയും അതുതന്നെയാണ്. പക്ഷേ ഇതിനിടയിലേക്ക് നൂറുകണക്കിന് മലയാളി കമ്പനികളും ഇന്ത്യൻ കമ്പനികളുമെല്ലാം നിക്ഷേപവുമായി വന്നെത്തിയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമാണ് സിവ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കഥ. അതിന് നേതൃത്വം നൽകുന്ന മൗറൂഫ് പുളമണ്ണയുടെ ജീവിതം ഈ മേഖലയിലെ വ്യത്യസ്തമായ ഒരനുഭവമാണ്. അതിലേക്കാണ് ഇനി. മലപ്പുറം പാലക്കാട് ജില്ലകളുടെ അതിർത്തി പ്രദേശമായ ഇടത്തനാട്ടുകര സാധാരണമായ ഒരിടം. ഗൾഫ് മോഹങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടു നടക്കാൻ പഠിച്ച വലിയ സമൂഹം. ഇതിനിടയിലാണ് അവിടത്തുകാരനായ മഹറൂഫ് പൂളമണ്ണ സൗദിയിലേക്കൊരു വിമാനം കയറുന്നത്. അപ്രതീക്ഷിതമായി ഒരു ട്രാവൽ ഏജൻസിയുടെ വാതിൽപ്പടി കടന്നപ്പോഴാണ് മഹറൂഫ് കമ്പ്യൂട്ടർ എന്ന മഹാത്ഭുതം ആദ്യമായി കാണുന്നത്. അതിൽ കണ്ണും നട്ടിരുന്ന് അത്ഭുതം കൂറിയ യുവാവിന്റെ മനസ്സിൽ അന്നൊരു മോഹം ഉദിച്ചു. ആ മോഹം വളർന്നാണ് 6 രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഈ സംരംഭകന്റെ ഇന്നത്തെ സാമ്രാജ്യം. ആയിരത്തി 1994 ആദ്യമായി സൗദിയിലെത്തുന്നത്. 1.5 വർഷക്കാലം ജോലി മദീനയിൽ. ബേക്കറി ജീവനക്കാരനായി തുടക്കം. മനസ്സിൽ കൊണ്ടു നടന്ന മേഖലയുമായി ബന്ധമില്ലാത്ത ജോലി. വെല്ലുവിളികൾ ഏറെ നേരിട്ട കാലം. പക്ഷെ മദീനയാണല്ലോ, ക്ഷമയോടെ കാത്തിരുന്നു. പിന്നീട് ജോലി റിയാദിലേക്ക് മാറി. അന്നത്തെ റിയാദ് പറഞ്ഞാൽ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഈവൻ ടെക്നോളജിക്കും അത്രയൊരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയമാണ്. കൂടുതൽ സൗദികളാണെന്നുണ്ടെങ്കിലും അവരെല്ലാം ഈ ട്രഡീഷണൽ ബിസിനസ്സാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അവരൊരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഞാൻ മനസ്സിലാക്കിയത് കൂടുതലും ഈ സ്പോൺസർഷിപ്പ് ഇങ്ങനത്തെ ഒരു സമയമായിരുന്നു. മൂത്ത സഹോദരന്മാരായിരുന്നു അന്ന് വേണ്ട സഹായങ്ങളെല്ലാം ഒരുക്കിയത്. സ്വന്തമായി ഈ അറബ് നാട്ടിൽ ഒരു സ്ഥാപനം എന്ന ആശയവും ചങ്കുറപ്പും ലഭിക്കുന്നത് റിയാദിൽ വെച്ചാണ്. PMC IT സൊല്യൂഷൻ എന്ന പേരിലായിരുന്നു തുടക്കം. IT കമ്പനി ഇൻ ദ സെൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ കമ്പ്യൂട്ടർ ട്രെയിനിങ് ആണ്. ഏകദേശം 1500 കൂടുതൽ ആളുകളെ എനിക്ക് ആ സമയത്ത് ട്രെയിൻ ചെയ്യാൻ പറ്റി. അതിൽ ഇൻക്ലൂഡിങ് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻസ്. അതുപോലെ തന്നെ ആ സമയത്ത് എനിക്ക് കിട്ടിയ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ റിയാദ് എയർബേസിലുള്ള കുറച്ച് ക്യാപ്റ്റന്മാർക്കെല്ലാം, കാരണം ഞാൻ അന്നും അറബ്സുമായിട്ട് ഈവൻ ലോക്കൽസുമായിട്ട് വെൽ കണക്റ്റഡ് ആയതുകൊണ്ട് അവരുടെ കെയർ ഓഫിൽ ഇൻക്ലൂഡിങ് കുറച്ച് ക്യാപ്റ്റന്മാർക്ക് അടക്കം എനിക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റി. പുതിയ സ്ഥാപനത്തിലെ ആദ്യ സേവനമായി പരിശീലന പദ്ധതി വിജയകരമാക്കാൻ കഴിഞ്ഞതോടെ ആത്മവിശ്വാസം വർദ്ധിച്ചു. ഏകദേശം ഒരു 1500ഓളം ക്ലയൻറ്റ് ബേസ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ബേസ് ആയതിനു ശേഷമാണ് കമ്പ്യൂട്ടർ ട്രെയിനിങ്ങിൽ നിന്ന് കമ്പ്യൂട്ടർ സെയിൽസിലോട്ടും അതുപോലെ കമ്പ്യൂട്ടർ സെയിൽസിൽ നിന്ന് IT റീറ്റെയിൽ ഷോറൂം ഓപ്പൺ ചെയ്യാനും, അതിലൂടെ ആദ്യത്തെ എൻ്റെ ഫസ്റ്റ് ഷോറൂം വരുന്നത് റിയാദിൽ നമ്മുടെ റിയാദ് റെയിൽവേ സ്റ്റേഷൻ എക്സിറ്റ് 16 റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റിലാണ് ആദ്യത്തെ ഒരു ഷോറൂം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കി. വിജയിച്ചവരുമായി പരമാവധി അടുപ്പം നിലനിർത്തിപ്പോന്നു. എൻ്റെ ഒരു ഫസ്റ്റ് PC എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നൊക്കെ ഒരു 286 കമ്പ്യൂട്ടറുള്ള സമയമാണ്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ എടുക്കാൻ പോകുമ്പോൾ ഈ സമയത്തൊരു ഗൈഡ് ലൈനൊക്കെ തന്നിരുന്നത് ID ഫ്രഷിൻ്റെ ഫൗണ്ടറായ PC മുസ്തഫ ആയിരുന്നു. ഇന്നും PC ആയിട്ട് അതേ ഒരു ഫ്രണ്ട്ഷിപ്പ് അതുപോലെ നിലനിർത്തുന്നുണ്ട്. ഇപ്പോഴും കൈൻഡ് ഓഫ് മെൻറ്റർ, പല സംശയങ്ങളും പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെയാണ് PC മുസ്തഫ. പിന്നീട് അങ്ങോട്ട് ജീവിത മാറ്റത്തിൻ്റെ തുടക്കം. പിന്നെ ഞാൻ എൻ്റെ ഒരു ഡ്രീം IT ഷോറൂം, IT റീറ്റെയിൽ ഷോറൂമിനെ കുറിച്ച് ചിന്തിച്ചു. അങ്ങനെയാണ് റിയാദിൽ ആ സമയത്ത് തന്നെ ഞാനൊരു പ്രസ് മീറ്റ് നടത്തി. അത് എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടൊരു പ്രസ് അല്ലെങ്കിൽ ഒരു മീഡിയയെ അഡ്രസ്സ് ചെയ്തൊരു ടൈമായിരുന്നു. മക്കാ റോഡിൻ്റെയും പ്രിൻസ് തുർക്കി റോഡിൻ്റെ ഇൻ്റർസെക്ഷനിൽ വരുന്ന അവിടെയായിരുന്നു എൻ്റെ രണ്ടാമത്തെ ഡ്രീം ഷോറൂം. ഒരു 8 വർഷത്തോളം ആ ഷോറൂം ഉണ്ടായിരുന്നു തക്സീൽ. ആ സമയത്താണ് IT റീറ്റെയിൽ അല്ലെങ്കിൽ IT റീറ്റെയിലിൽ നിന്ന് മാറി ഒരു ആപ്ലിക്കേഷൻ സൈഡിനെ കുറിച്ച്, കാരണം ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കുറഞ്ഞു വരുമായിരുന്നു. കാരണം ടെക്നോളജി എന്ന് പറയുമ്പം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഗ്രോ ചെയ്യുന്നൊരിതാണ്. IT റീറ്റെയിൽ മേഖലയിൽ നിന്ന് പുതിയ സാധ്യതയിലേക്ക് ചുവട് മാറ്റുമ്പോഴും ആത്മവിശ്വാസത്തിൻ്റെ കനവും തൂക്കവും പഴയതിലും വർദ്ധിച്ചിരുന്നു. ഒരു സെമിനാറിൽ വെച്ചിട്ട്, ഒരു ട്രെയിനിങ് സെഷനിൽ വെച്ചിട്ട് ആപ്ലിക്കേഷൻ സൈഡിൻ്റെ പൊട്ടൻഷ്യലിനെ കുറിച്ച് മനസ്സിലാക്കിയതും അങ്ങനെയാണ് രണ്ടാമത്തെ കമ്പനിയായ PMC IT സൊല്യൂഷൻ കൂടാതെ സൈബർ പ്ലസ് ടെക്നോളജി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 6 വർഷത്തോളം സൈബർ പ്ലസ് ടെക്നോളജി ഉണ്ടായിരുന്നു. സ്വന്തമായി സ്പോൺസർഷിപ്പ് ഉള്ള കമ്പനി എന്ന മോഹം സാക്ഷാത്കരിക്കാൻ അന്നും സാധിച്ചിരുന്നില്ല.
നിയമതടസ്സങ്ങൾ ഏറെയുള്ള കാലം. മാറൂഫിന്റെ മുന്നിൽ അന്ന് ദൈവം നൽകിയത് മറ്റൊരു വഴിയായിരുന്നു. പ്രിൻസസ് നൗഫ് എൻ്റെ ഒരു ക്ലയൻ്റ് ആയിരുന്നു. അവരുടെ പാലസിൻ്റെ ഓട്ടോമേഷനും അങ്ങനെ ഒത്തിരി വർക്കുകളെല്ലാം ചെയ്തപ്പം അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ, നല്ലൊരു ബോണ്ടിങ് ബിൽഡ് ചെയ്തു. അങ്ങനെ അവർ പറഞ്ഞത് എന്നോട് ഒരു അഡ്വൈസ് തന്നു, അധികം വൈകാതെ ഇവിടെ ഒരു പുതിയൊരു റൂൾസ് വരുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കമ്പനികളെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിലോട്ട് മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അതിനുശേഷം അവർ തന്ന ഗൈഡ് ലൈൻ അനുസരിച്ച് എൻ്റെ മൂന്നാമത്തെ കമ്പനിയായ സിവ്ര ടെക്നോളജീസ്, അങ്ങനെയാണ് സിവ്രയുടെ ഇന്ത്യൻ ഫ്ലാഗിൽ നിന്ന് 2 കളർ പിക്ക് ചെയ്ത് പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് കളറും കൂടെ ചേർത്തൊരു ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്ത് നമ്മുടെ പേരിലുള്ളൊരു കമ്പനിയായി സിവ്ര ടെക്നോളജീസ്. നമ്മുടെ അതായത് ഓൺ എന്ന് വെച്ചാൽ അന്ന് ആ സമയത്ത് സറണ്ടർ ചെയ്തപ്പം 80% എൻ്റെ ലോക്കൽ പാർട്ട്ണർ സൗദിയുടെയും 20%ഉം അതേസമയം കമ്പനിയുടെ കംപ്ലീറ്റ് അതോറിറ്റിയും ഞാൻ തന്നെ ആയിരുന്നു എൻ്റെ ജനറൽ മാനേജർ. ഇപ്പോൾ റീസെൻ്റ്ലി അതിൻ്റെ 100% ഓണർഷിപ്പും എൻ്റെ പേർക്ക് മാറ്റി. ഒരു മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വിവിധ മേഖലകളിൽ കൈമുദ്ര പതിപ്പിക്കാൻ ശ്രമിച്ചു. നിലവിൽ 4 മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ വ്യാപാര സംരംഭമാണ് സിവ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. സിവ്ര ടെക്നോളജീസ്, സിവ്ര കോൺട്രാക്ടിങ് ആൻഡ് എഞ്ചിനീയറിംഗ്, സിവ്ര ജനറൽ ട്രേഡിംഗ് ആൻഡ് സിവ്ര മീഡിയ. അപ്പോൾ ഇവിടെ ഒരുപാട് അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഗവൺമെൻറ് അതോറിറ്റിയുടെ അവരുടെ പ്രൊജക്റ്റുകളിൽ ഇപ്പോൾ നമുക്ക് പലതിലും അവരുടെ DTP ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ പ്രൊജക്റ്റിലും അതുപോലെ IT റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള പ്രൊജക്റ്റിലെല്ലാം സിവ്ര ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രത്യേകിച്ച് സിവ്ര ടെക്നോളജിക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സൗദിക്ക് പുറമെ UK, US തുടങ്ങി 6 രാജ്യങ്ങളിൽ നിലവിൽ ഈ സംരംഭകന്റെ ബിസിനസ് സാന്നിധ്യമുണ്ട്. സൗദിയോടെ വരാനിരിക്കുന്ന സാധ്യതകളിൽ ഏറെ പ്രതീക്ഷയുമുണ്ട് മാറൂഫിന്. പല യാത്രകളിലും ഇപ്പോൾ യൂറോപ്യൻസും അതുപോലെ ഇവരിട്ടൊക്കെ മിങ്കിൾ ചെയ്യുമ്പോൾ എനിക്ക് അറിയാൻ പറ്റിയ ഒരു കാര്യം, എവ്രിബഡി ഈസ് ഫോക്കസിങ് ടു സൗദി അറേബ്യ. കാരണം സൗദി അറേബ്യയിൽ അത്രമാത്രം പൊട്ടൻഷ്യൽ ഉണ്ട്. യു കനോട്ട് ഫൈൻഡ് സച്ച് എ മാർക്കറ്റ് എനിവെയർ ഇൻ ദ വേൾഡ്. മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടിലും ശക്തി നൽകുന്നത് കൂടെ നിന്നവരാണ്. എല്ലാ ബ്രാൻഡിനും അവരുടേതായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ടാകും. നമ്മളെ പോലെയുള്ള ആളുകൾ അത് ഒന്നും കൂടെ റിയലാക്കി കുറേ പേരിലേക്ക് എത്തിക്കും. നമ്മളതിനൊരു ലൈഫ് കൊടുക്കും, ഒരു ജീവൻ കൊടുക്കും. ദാറ്റ്സ് വാട്ട് വി ആർ ഡൂയിങ്. ആൻഡ് ഇപ്പം സൗദിയിൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, സൗദി ഈസ് നോട്ട് ദ ഓൾഡ് സൗദി എനിമോർ. ദർ ഇസ് ലോട്ട് ഓഫ് ഇൻക്രെഡിബിൾ ഓപ്പർച്യൂണിറ്റീസ്. അതുകൊണ്ട് തന്നെ ഐ ഫീൽ പേഴ്സണലി ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഇൻ creativity and in media. That's why we have decided to relaunch Zivra Media, give it a fresh perspective kodukana nammal, specifically in media production, digital marketing and storytelling and all. We have 3 core services. One is IT staff, IT talent service, product engineering and infra service. So talent service-നെ കുറിച്ച് പറയുവാണെങ്കിൽ we've been working with bank, insurance and large enterprise companies. ഇന്ന് സൗദി നടപ്പാക്കുന്ന മിക്ക പ്രധാന പദ്ധതികളിലും സിവ്ര ടെക്നോളജീസ് ഉണ്ട്. നേട്ടങ്ങൾക്കിടയിലും കുടുംബത്തെയും ചുറ്റുമുള്ളവരെയും കൂടെ നിർത്താൻ ഇദ്ദേഹം ശ്രമിക്കുന്നു. ഞാൻ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ ഞാൻ എത്താൻ എൻ്റെ ഫാമിലി അതുപോലെ എല്ലാ അർത്ഥത്തിലും അവരെന്നെ സപ്പോർട്ട് ചെയ്തു. അതുകൂടാണ്ട് എൻ്റെ ടീം തന്നെയാണ് ഇന്നും എൻ്റെ ഒരു സ്ട്രെങ്ത്. ദേ ആർ ഓൺ മൈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതേപോലെ തന്നെ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ഏകദേശം ഒരു 80-85ഓളം ടെക്നോളജി കമ്പനീസ്, വെൻഡേഴ്സ്, പാർട്ട്നേഴ്സ്, അതുപോലെ നമ്മളെ വെൽവിഷേഴ്സിൻ്റെ പ്രാർത്ഥനയും. ബിസിനസ് രംഗത്തെ ഈ നേട്ടങ്ങൾക്ക് മീഡിയ വൺ ഫ്യൂച്ചർ സമ്മിറ്റിന്റെ ഭാഗമായി പ്രഖ്യാപിച്ച ബിസിനസ് എക്സലൻസ് അവാർഡ് സിവ്ര ടെക്നോളജീസ് ഫൗണ്ടറും സിഇഒയുമായ മാറൂഫ് പൂളമണ്ണ ഏറ്റുവാങ്ങി. സൗദി വാർത്താ മന്ത്രാലയ ഡയറക്ടർ ഹുസൈൻ ഷമ്മരി അവാർഡ് സമ്മാനിച്ചു. ഒരു റാപ്പിഡ് ഗ്രോത്ത് നടക്കുന്ന ഈ ഒരു മാർക്കറ്റിൽ സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രഡീഷണൽ ബിസിനസ് രീതികളെല്ലാം മാറ്റി ടെക്നോളജി അഡോപ്റ്റ് ചെയ്തേ പറ്റും. സൗദി അറേബ്യ ടെക്നോളജിയിലൊക്കെ വളരെ ഫാസ്റ്റ് അഡ്വാൻസ് ആണ്. അവരെപ്പോഴും അഡോപ്റ്റ് ചെയ്യുന്ന മോസ്റ്റ് മോഡേൺ ടെക്നോളജീസാണ്. താങ്ക് യു സോ മച്ച്. അതിരുകൾ കടന്ന് വളരുന്ന യാത്രയിലെ നേട്ടമാണ് ഈ പുരസ്കാരം.